അർജുൻ ചേട്ടൻ നന്ദന ചേച്ചിയെ പിടിച്ച് നിലത്തടിച്ചു. അർജുൻ ചേട്ടൻ നന്ദന ചേച്ചിയെ ഉപദ്രവിച്ചു. അർജുൻ ചേട്ടൻ പേർപ്പസ്ഫുള്ളി മനഃപൂർവ്വം നന്ദന ചേച്ചിയെ നിലത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. പല പ്രേക്ഷകരെന്നല്ല, ചിലവർ മാത്രം. അതായത് ബിഗ് ബോസ് വല്ലപ്പോഴും കണ്ട് കൃത്യമായിട്ട് കാണാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നവരാണ്. അതെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ, 1-2 പേര് എൻ്റെ കമൻറ്റ് ബോക്സിലും എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ. പക്ഷേ ബാക്കിയുള്ള പ്രേക്ഷകരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്, ഒരുപാട് സന്തോഷം പറയാനുണ്ട്. അതായത് നിങ്ങളൊക്കെ ബിഗ് ബോസിനെ വിലയിരുത്തുന്നത്, നിങ്ങളൊക്കെ മറ്റ് കണ്ടസ്റ്റൻസിനെ, മത്സരാർത്ഥികളെ വിലയിരുത്തുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലേ? ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊത്ത് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം ഞാൻ അങ്ങനെയുള്ള പ്രേക്ഷകരോടാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് അടക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. എന്തുതന്നെയായാലും ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്ന പ്രോമോ ഉണ്ടായിരുന്നു. ആ പ്രോമോ ഇന്ന് ലൈവിൽ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞു. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ഉണ്ടല്ലോ, അതിലെ ടാസ്ക് 9ാമത്തതിൽ നമ്മുടെ അർജുൻ ചേട്ടൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നന്ദന ചേച്ചി ഒരു സഞ്ചി കെട്ടിയിട്ടുണ്ടായിരുന്നു തോളത്ത്. അപ്പം അതിൽ തെർമാക്കോള് നിറച്ചിട്ടുണ്ടായിരുന്നു. ആ തെർമാക്കോള് എടുക്കുന്നതിൻ്റെ ആയിട്ട് സംബന്ധിച്ച് അർജുൻ ചേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ആ ഒരു ചാക്കിൻ്റെ വള്ളി പൊട്ടിപ്പോയി. അപ്പോൾ ഈ വള്ളി കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ചേട്ടൻ അതിന് ശ്രമിക്കുകയാണ്. അപ്പം നന്ദന ചേച്ചി അതിന് സമ്മതിച്ചില്ല. നന്ദന ചേച്ചിക്ക് അറിയില്ലായിരിക്കാം. എന്ത് തന്നെയായാലും അങ്ങനെ അവസാനം അതൊരു വഴക്കിലേക്കല്ല, പകരം അറിയാണ്ട് സംഭവിച്ചതാണ്. അർജുൻ ചേട്ടൻ മനഃപൂർവ്വം വേണമെന്ന് പറഞ്ഞ് നന്ദന ചേച്ചിയെ പിടിച്ച് തള്ളിയിട്ടൊന്നുമല്ല, അറിയാതെ സംഭവിച്ചതാണ്. പക്ഷേ എന്ത് തന്നെയായാലും നന്ദന ചേച്ചി നല്ലൊരു വീഴ്ചയാണ് വീണത്. എന്നിട്ട് എല്ലാവരും എടുത്ത് പോയി കേട്ടോ, നന്ദന ചേച്ചിയെ താങ്ങിക്കൊണ്ട് കിടത്തി. ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നാണ് കരുതുന്നത്. അപ്പം എന്തുതന്നെയായാലും അർജുൻ ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതല്ല, നന്ദന ചേച്ചിയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പാവം നല്ല വീഴ്ചയാണ് വീണത്. എന്തുതന്നെയായാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ ഭാഷയിൽ കമൻറ്റിലൂടെ അറിയിക്കുക.